യുദ്ധത്തിലേക്ക് ചെല്ലുകയാണെങ്കിലോ മഹാസനുൽ ഇസ്ലാമിന്റെ മെയിൻ ഭാഗം യുദ്ധത്തിൽ നിൽക്കുന്നു. തൗഹീദ് കഴിഞ്ഞാൽ യുദ്ധം നിങ്ങളേക്ക് നിൽക്കുന്നതായി എയർപോർട്ട് റോഡ് ഉണ്ടല്ലോ, ഇത് എയർപോർട്ട് റോഡാണ്, പഴയ എയർപോർട്ട് റോഡാണ്. ഏത് ഇങ്ങനെ റോഡ് വരുന്നുണ്ട്. ദാറുൽ ഹദീസ് എന്ന ഇന്ന് നമ്മുടെ പരിപാടി നടക്കാൻ പോകുന്ന ആ ദാറുൽ ഹദീസിന്റെ മുമ്പിലുള്ള റോഡുണ്ടല്ലോ, അതിപ്പോൾ ഇവിടെ കട്ടായിരിക്കുകയാണ്. ഇവിടെയുള്ളതായ കെട്ടിടങ്ങളെയെല്ലാം പല കാരണത്താലും തകർത്താൻ ഓർഡർ വന്നെങ്കിലും നമ്മുടെ ക്ലാസ് മലയാളികൾക്ക് വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്ത് തന്നതായ ഈ ദശവർഷങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതായ ഈ പള്ളി, ഇത് അസാർ എന്ന പേരിൽ അവിടെ നിലനിൽക്കുന്നു. ഈ പള്ളിയുടെ മുമ്പിൽ കൂടി വിട്ടുകിടക്കുന്ന റോഡാണ് ഷാരി അൽ മതാർ എന്ന് പറയുന്ന ഖദീം റോഡ്. ആ റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ അതിന്റെ സമാപനത്തിലാണ് എന്തുള്ളത്, സുൽത്താന റോഡ് ആരംഭിക്കുന്നത്. അവിടെയാണ് ശരീഅത്തുൽ വദാ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ, അഥവാ ഇവിടെ നിന്ന് യുദ്ധങ്ങളിലേക്ക് പട്ടാളക്കാർ പോകുമ്പോൾ അവിടെ അവരോട് വിടവാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ ജംഗ്ഷൻ അതായിരുന്നു ഈ റോഡിന്റെ സമാപനം, അവസാനം വലത് ഭാഗത്തിലേക്ക് നാം ഇവിടുന്ന് പോകുമ്പോൾ ടർണാകുന്നതായ സ്ഥലം. അവിടെ ചെന്നിട്ട് മുഅ്തദ് യുദ്ധത്തിലേക്ക് പട്ടാളത്തെ നിയോഗിച്ചതായ സമയത്ത് അവരോട് റസൂലുള്ളാഹി ആഹ്വാനങ്ങൾ ചെയ്യുകയാണ്, വൃക്ഷങ്ങളെ വെട്ടി മുറിക്കരുത്, നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങളോട് പോരാടുന്നവരോടല്ലാതെ പോരാടാൻ പാടില്ല, കുട്ടികളെ കൊന്നുകളയരുത്, സ്ത്രീകളെ കൊന്നുകളയരുത്. സൗമഅത്തിൽ അത് അവരവരുടെ ആരാധനാലയങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുന്നതായ അത് ഫാദിരിമാരാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല, അങ്ങനെയുള്ള നിരപരാധികളെ നിങ്ങൾ തൊട്ടുപോകരുത്. നിങ്ങളോട് പോരാടുന്നവരെ മാത്രം നിങ്ങളോട് പോരാടുന്നവരോട് പോരാടുക. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് ഇസ്ലാമിന്റെ എല്ലാ യുദ്ധങ്ങൾ പരിശോധിച്ചാൽ ആ യുദ്ധങ്ങളിലെല്ലാം ആ മഹാസിൻ, ആ പ്രത്യേകത നമുക്ക് തുറിച്ച് കാണാം. കൂടുതൽ നീട്ടി പറയാൻ നമ്മുടെ ടൈം സഹായിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിട്ട് സുബ്ഹാനല്ലാഹ് തുടക്കത്തിൽ 313 ആളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടാളത്തിലേക്ക് സെലക്ട് ചെയ്യാൻ കിട്ടിയത് ബദർ യുദ്ധം നടത്തിയപ്പോൾ. ഇസ്ലാമിന്റെ ആദ്യത്തെ യുദ്ധം അതായിരുന്നു. അവസാനം ഈ മദീനയിലുള്ളതായ മുത്തമാസിക്കായ മുജ്തമഇലൂടെ റസൂലുള്ളാഹി വാർത്തെടുത്തത് എത്രയാണ്? മക്ക റിപ്പബ്ലിക്കിലേക്ക് പോയപ്പോൾ ഹിജ്റയുടെ 8ാമത്തെ വർഷത്തിൽ 10,000 പട്ടാളക്കാരെ തന്നെ സെലക്ട് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്തു. 10,000 പട്ടാളക്കാർ എന്ന് പറയുമ്പോൾ പട്ടാളക്കാർ അല്ലാത്ത നല്ലൊരു ശതമാനം വേറെയുമുണ്ട് ഇവിടെ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 10,000 പട്ടാളക്കാരെ ശേഖരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചു. അവസാനമായി നടത്തിയ പോരാട്ടമാകുന്ന തബൂക്ക് യുദ്ധത്തിലേക്ക് പരിശോധിച്ച് നോക്കിയാൽ 33,000 പേരെ മദീനയിൽ നിന്ന് തന്നെ പട്ടാളക്കാരായിട്ട് സെലക്ട് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അല്ലാഹു തൗഫീഖ് ചെയ്തു. എന്തേ ഇത്രയും ചെറിയ കൊല്ലങ്ങളിലൂടെ 10 വർഷങ്ങളിലൂടെ 13 വർഷത്തിൽ സാധിക്കാത്തത് ഇവിടെ 10 വർഷത്തിലൂടെ റസൂലുള്ളാഹിക്ക് സാധിപ്പിച്ചു കൊടുത്തു. ആ ഇസ്ലാമിന്റെ മഹിമ തന്നെ, ആ ഇസ്ലാമിന്റെ മഹാസിന് തന്നെ, ആ ഇസ്ലാമിന്റെ ഫളായിൽ തന്നെ, ആ ഇസ്ലാമിന്റെ പ്രത്യേകത കണ്ട് അത് ആസ്വദിച്ച് കിട്ടണമെന്ന നിർബന്ധം ഇവിടെയുള്ളതായ അവസാനം ജീവിച്ച കപട വിശ്വാസികൾക്ക് വരെ ഉണ്ടായി. ആ കപട വിശ്വാസികൾ തൗബ ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് മടങ്ങിയ കാഴ്ചയാണ് മുസ്ലിം ലോകം കണ്ടത്. നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിന്റെയും മനുഷ്യരാശിയുടെയും ശത്രുക്കളായ ജൂതന്മാരൊഴിച്ച് മറ്റുള്ളവരെല്ലാം ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ജൂതന്മാരിലിട്ട് കൈക്കൊണ്ടെണ്ണ മാത്രമുള്ളവർ മാത്രമേ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പറഞ്ഞു വരുന്നത്, മക്കയിലേക്ക് റസൂലുള്ളാഹി 10,000 പേരുമായിട്ട് പോയ പോക്ക് അത്ഭുത രംഗമാണ്, അസാധാരണ രംഗമാണ്. 10,000 പേര് പോകുമ്പോൾ ഉസ്ഫാൻ എന്ന് പറയുന്ന ആ മഹാ താഴ്വരയിലേക്ക് എത്തിയപ്പോൾ 10,000 തീ കത്തിക്കാൻ വേണ്ടി 10,000 സ്ഥലത്ത് തീ കത്തിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു പട്ടാളക്കാരോട്. അപ്പോൾ അബൂ സുഫിയാനെ പോലത്തെ മക്കയിലുള്ളതായ നേതൃത്വങ്ങൾ ഈ 10,000 സ്ഥലങ്ങളിൽ തീ കത്തുന്ന കാണുമ്പോൾ ഇതൊരു 1,00,000 പട്ടാളം ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് തോന്നും. അങ്ങനെ അവരെ പേടിപ്പിക്കാൻ, അവർക്ക് ഉറവുണ്ടാക്കാൻ, അവർക്ക് ഭയമുണ്ടാക്കിയെടുക്കാൻ റസൂലുള്ളാഹി കണ്ടതായ ഒരു ട്രിക്കാണത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുമ്പോൾ റസൂലുള്ളാഹി വളരെ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇസ്ലാമിന്റെ മഹാസിനെ യഥാർത്ഥ ശൈലി എവിടെയും അവിടെ ആക്രമിക്കുക അല്ലെങ്കിൽ കൊന്നൊടുക്കുക അത് റസൂലുള്ളാഹിന്റെ ലക്ഷ്യമായിരുന്നില്ല. അതുകൊണ്ട് മക്ക റിപ്പബ്ലിക്കിൽ എത്ര കണ്ട് കൊല്ലാതെ, എത്ര കണ്ട് വധിക്കാതെ, എത്ര കണ്ട് ശിക്ഷ നൽകാതെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു അത്ര കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചു. ആരെങ്കിലും മസ്ജിദുൽ ഹറാമിൽ കടന്നാൽ അവന്റെ രക്ഷ, ആരെങ്കിലും അവന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവന്റെ രക്ഷ, ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവന്റെ രക്ഷ, അങ്ങനെ പ്രഖ്യാപനം നടക്കുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവർ റസൂലുള്ളാഹി പറഞ്ഞ രൂപത്തിൽ അവരവരുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള മാധ്യമങ്ങൾ കൈക്കൊള്ളുന്നു. അങ്ങനെ എല്ലാവർക്കും സംരക്ഷിക്കാൻ
സംരക്ഷിക്കാൻ സാധിച്ചു. റസൂലുള്ള അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതായ ഒരു പ്രത്യേക വകുപ്പുണ്ട്. 9ഓളം പേര് ഏകദേശം. അവരെ എങ്ങനെ കണ്ടാലും എവിടെ കണ്ടാലും കഅബത്തിന്റെ ഖില്ല പിടിച്ചു തൂങ്ങിക്കണ്ടാലും അവരെ വെട്ടിക്കൊല്ലണമെന്ന് റസൂലുള്ള തീരുമാനിച്ചിരുന്നു. ഇങ്ങനെ തീരുമാനിച്ച അത്രയും പരാക്രമികളാണ്, സാധാരണക്കാരല്ല. ഈ ഇസ്ലാമിന്റെ പുഴുക്കളായിരുന്നു അവർ എന്നതുകൊണ്ട് അവരെ നശിപ്പിക്കണം എങ്ങനെയാണെങ്കിലും എന്ന് റസൂലുള്ള പ്രഖ്യാപിച്ചിട്ട് പോലും അവരിൽ നിന്നിട്ട് 3 പേരെ മാത്രമേ കൊല്ലേണ്ട ആവശ്യം വന്നുള്ളൂ. ബാക്കിയുള്ളവരെ മുഴുവനും അവർക്ക് മുസ്ലിം ആവാനുള്ള ചാൻസ് ലഭിക്കുകയും അവർക്ക് മാഫ് ചെയ്യപ്പെടുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ആരുണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായിട്ട് ഹിജ്റ വന്നപ്പോൾ, ഗർഭിണിയായി മക്കയിൽ നിന്നിട്ട് ഹിജ്റ വരുമ്പോൾ അവരെ ദ്രോഹിച്ച് മർദ്ദിച്ച് അവരുടെ കൂടെയുള്ളതായ ഗർഭം താഴെ വീണുപോയി, ഇസ്ഖാത്ത് നടന്നുപോയി. എത്ര വലിയ അക്രമമാണ്! റസൂലുള്ളാഹിന്റെ മകൾ സൈനബിന്റെ ഗർഭം നശിച്ചു. എന്ത് കാരണത്താൽ? ഈ വ്യക്തിയുടെ അക്രമം കാരണത്താൽ. അങ്ങനെയുള്ള ഹബ്ബാർ ഇബ്നുൽ അസ്വദ് എന്ന വ്യക്തി റസൂലുള്ളാഹി കൊല്ലാൻ വേണ്ടി എവിടെ കണ്ടാലും കൊല്ലണമെന്ന് പ്രഖ്യാപിച്ച 9 ആളിൽ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം മുസ്ലിമായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു, അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരിച്ചു, അദ്ദേഹത്തിന് മാഫി ചെയ്യുകയും ചെയ്തു. അതാണ് ഈ മഹാസിനുൽ ഇസ്ലാം, അതാണ് ഫളായിലുൽ ഇസ്ലാം. ഇങ്ങനെയൊക്കെ നാം കേൾക്കുമ്പോൾ നമുക്ക് വീര്യമുണ്ടാവണം, ആവേശമുണ്ടാവണം. എവിടെ പോയാലും ഏത് മേഖലയിൽ പോയാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് അമ്പലത്തിലേക്ക് പോയാൽ, ഏത് ചർച്ചിലേക്ക് പോയാൽ, ഏത് സ്റ്റേജിലേക്ക് പോയാൽ അവിടെയൊന്നും പതരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടെ അടിയുറച്ച് ഈ തൗഹീദിൽ നിൽക്കാനുള്ള ആ പ്രാപ്തി കഴിവ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണല്ലോ പറഞ്ഞത്, പിടിച്ചോ തെളിവ്. ആരെയും പേടിക്കേണ്ടതില്ല, ആരെയും മൂസേണ്ടതില്ല. അല്ലാഹു അല്ലാത്ത ആരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവൻ അതിന് തെളിവേ ഇല്ല. ഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. അവന് ഞാൻ തക്കതായ പ്രതികാരം അവന്റെ റബ്ബാകുന്ന എൻ്റെ അടുക്കൽ കിട്ടുക തന്നെ ചെയ്യും എന്ന ആ വാണിംഗ് നൽകിയിട്ടാണ് ആയത്ത് സമാപിച്ചത് എന്ന് ഞാൻ നേരത്തെ കേൾപ്പിച്ചു. മക്ക റിപ്പബ്ലിക്കിൽ എന്താ സംഭവിച്ചത്? ഇദ്ഹബു അൻതും തുലഖാ. അവിടെ എല്ലാവർക്കും പ്രതീക്ഷയുള്ളത് എന്താണ്? ഈ മഹാശക്തിയാകുന്ന മുഹമ്മദ്, 10,000 പേര് പട്ടാളക്കാർ മാത്രം ഉള്ളതായ മുഹമ്മദ്, ആ മുഹമ്മദിനെ ഞങ്ങൾ പീഡിപ്പിച്ചു, കഷ്ടപ്പെടുത്തി, അദ്ദേഹത്തിന് കഴുത്തിൽ വെള്ളിയിട്ട് മുറുക്കി, അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി പലപ്പോഴും പാടുപെട്ടു, അവനെ നാടുകടത്തി. അങ്ങനെയുള്ള ഞങ്ങളോട് പ്രതികാരം ചോദിക്കും ഇപ്പോൾ എന്ന ആ പ്രതീക്ഷയിലാണ് മക്കക്കാരിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം. ആ സന്ദർഭത്തിൽ അവര് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, കഴുത്തും താഴ്ത്തിയിട്ട് എന്താ മുഹമ്മദിന്റെ വിധി വരുന്നത്. അപ്പോഴാണ് കേൾക്കുന്നതായ സുന്ദരമായ ആസ്വാദ്യകരമായ സ്വർണ്ണ ലിപികൾ കൊണ്ട് കുറിക്കപ്പെടേണ്ടതായ പദം എന്ത്? ഇദ്ഹബു അൻതും തുലഖാ. നിങ്ങൾക്കെല്ലാം ഞാൻ ഒഴിവ് നൽകി, നിങ്ങൾക്കെല്ലാം ഞാൻ മാഫ് ചെയ്തു, പോയിക്കോളി. നിങ്ങളോട് ആരോടും ഇപ്പോൾ പ്രതികാരം ചോദിക്കുന്നില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എൻ്റെ ഓർമ്മയിൽ വരികയാണ്, ഞാൻ സൗദി അറേബ്യയിൽ വന്നിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഖുമൈനി വന്നത് ഇവിടേക്ക്, ഇറാനിലേക്ക്. എന്നിട്ട് വന്നിട്ട് എന്താ കാട്ടിയത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ചരിത്രം വായിക്കുന്നവർക്കറിയാം. 2200-200ഓളം കമാൻഡർമാരെ ഓരോ ദിവസങ്ങളിൽ ഡിവൈഡ് ചെയ്തിട്ട് ദിവസം തോറും ഞങ്ങൾ വാർത്ത കേൾക്കലാണ്. ഇന്ന് 100 പേരെ വെട്ടിക്കൊന്നു, നാളെ 100 പേരെ വെട്ടിക്കൊല്ലും, മറ്റന്നാൾ 100 പേരെ വെട്ടിക്കൊല്ലും. അങ്ങനെ സാധാരണക്കാരെയല്ല, ജനറാലുമാരെ, ഉയർന്ന സ്റ്റാൻഡേർഡ് ഉള്ളതായ ഉദ്യോഗസ്ഥന്മാരെ, എന്തേ അവര് ഇദ്ദേഹം വരുന്നതിന് മുമ്പുള്ള ഭരണത്തിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നു എന്നതാണ് അവരുടെ കുറ്റം. എന്നല്ലാതെ അവർ സുന്നികളായതുകൊണ്ട് മാത്രമല്ല, അവര് ഷിയാക്കളല്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ വിപരീതമായി മാറുമോ എന്ന പേടിയാണ്. അതല്ല റസൂലുള്ളാഹി ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? എല്ലാവർക്കും മാഫി ചെയ്തു. അതുകൊണ്ടാണ് റസൂൽ ചെയ്ത 70 യുദ്ധം, റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ ഓടുകൂടി ഈ ചെയ്തതായ 70-ൽ 28ഓളം റസൂൽ പങ്കെടുത്തു എന്ന് നാം പറഞ്ഞതായ യുദ്ധങ്ങളിലെല്ലാം കൂടി നാം പരിശോധിച്ച് നോക്കിയാൽ വളരെ തുച്ഛം പേര് മാത്രമാണ് ഇസ്ലാമിന്റെ പേരിൽ ഷഹീദായവർ തന്നെ കാണുക. മറ്റുള്ളവരുടെ എണ്ണം പോകട്ടെ, മുസ്ലിങ്ങളിൽ തന്നെ ഷഹീദായവരുടെ എണ്ണം കാണുക.